മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജലം കുടിച്ചുണ്ടായ ദുരന്തം പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ പുതുതായി 20 പേർക്ക് കൂടി രോഗം റിപ്പോർട്ട് ചെയ്തു. ദുരന്തത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഔദ്യോഗിക രേഖയിൽ പരാമർശിച്ചതിന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ സസ്പെൻഡ് ചെയ്തു. ഇൻഡോറിൽ മലിനജലം കുടിച്ച് 6 മാസമായ കുഞ്ഞടക്കം 10 പേരാണ് മരിച്ചത്. കൂടുതൽ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മലിനജല ദുരന്തത്തെ പകർച്ചവ്യാധിയായി മധ്യപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചത്. മലിനീകരണത്തിന്റെ ഉറവിടം ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണോ എന്ന് കണ്ടെത്താൻ കേന്ദ്ര സംഘം പരിശോധനകൾ ആരംഭിച്ചു. 9416 പേരെ ആരോഗ്യ സംഘങ്ങൾ പരിശോധിച്ചു. പുതുതായി 20 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 142 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 11 പേർ ICUവിൽ. നഗരത്തിലെ പ്രധാന ജലവിതരണ പൈപ്പിലുണ്ടായ ചോർച്ചയിലൂടെ ശുചിമുറിയിലെ മലിനജലം കുടിവെള്ളത്തിൽ കലർന്നതാണ് പ്രശ്നത്തിനിടയാക്കിയത്. കോളി, സാൽമോണല്ല തുടങ്ങി ഗുരുതരമായ ബാക്ടീരിയകളുടെ സാന്നിധ്യവും വെള്ളത്തിൽ കണ്ടെത്തിയിരുന്നു. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഔദ്യോഗിക രേഖയിൽ പരാമർശിച്ചതിനെ തുടർന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ സസ്പെൻഡ് ചെയ്തു. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചാണ് നടപടി.